സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന വായനാക്കളരി സമാപിച്ചു. വായനാക്കളരിയുടെ സമാപന സമ്മേളനവും പഠനോപകരണ വിതരണവും നടന്നു. ഇതിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനം എം നൌഷാദ് MLA ഉദ്ഘാടനം ചെയ്തു. ഒരു മാസമായിട്ട് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അടിച്ച് പൊളിച്ചാ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ? കുറേ അധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇവിടെ വന്നതുകൊണ്ട് ഗുണമോ ദോഷമോ? ഉറക്കപ്പറ. വാട്സപ്പ് നോക്കിക്കൊണ്ടിരുന്നായിരുന്നെങ്കിലോ വല്ല ഗുണവും ഉണ്ടാവുമായിരുന്നോ? ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി അല്ലേ? അത് നമ്മുടെ ബഹുമാനായ കവിയുണ്ട്, കുഞ്ഞുണ്ണി മാഷ്. ചിലപ്പോൾ മാഷിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇവിടെ ക്ലാസ്സിൽ തന്നെ അത് പറഞ്ഞിട്ടും ഉണ്ടാകും. അപ്പോൾ മാഷ് പറഞ്ഞ ഒരു കേട്ടോ, അത് വേറൊന്നുമല്ല, വായിച്ചാൽ വായിച്ചില്ലേ ഇപ്പം പുടി കിട്ടിയല്ലേ? കോട്ടുവാക്ക വിടുന്ന ക്ഷീണം വരുന്ന. അപ്പോൾ നാളത്തെ ഈ നാടിൻ്റെ നേതൃത്വമാകേണ്ടവരാണ് നിങ്ങൾ അല്ലേ? ആ നാളത്തെ നേതൃത്വം എങ്ങനെയുള്ളവരാകണം? ഒന്നാമതായി മനുഷ്യസ്നേഹിയാവണം അല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഇപ്പം സമുദ്രതീരം അറിയാം, സമുദ്ര ലൈബ്രറി അറിയാം അല്ലേ? ഇതെല്ലാം നടത്തുന്ന ശ്രീ റൂവൽ സിംഗിനെ അറിയാമല്ലോ അല്ലേ? ഇവിടെ ഈ അമ്മമാർക്ക് അഭയം കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നു അല്ലേ? ഇതെല്ലാം ഏതിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? അദ്ദേഹം മനുഷ്യസ്നേഹിയായതുകൊണ്ട്. ഞാൻ കുട്ടികളോടല്ലേ ചോദിക്കുന്നത്, നീ കയറി മറുപടി പറഞ്ഞല്ലോ. മനുഷ്യസ്നേഹിയായതുകൊണ്ടാണ്. അപ്പോൾ നല്ല മനുഷ്യനാവുക, നല്ല മനസ്സിൻ്റെ ഉടമകളാവുക. അപ്പോൾ നമുക്ക് ഈ ശരീരത്തിൽ ഇപ്പം കണ്ണ് കാണിക്കാൻ പറഞ്ഞാൽ മൂക്ക് കാണിച്ചൂടെ അല്ലേ? മൂക്ക് കാണിക്കാൻ പറഞ്ഞാൽ കാണിച്ചൂടെ? കാണിക്കാമല്ലോ. വാ കാണിക്കാം, പല്ല് കാണിക്കാം, തല കാണിക്കാം, ചെവി കാണിക്കാം ഇല്ലേ? കൈ കാണിക്കാം, കാല് കാണിക്കാം, ഇതെല്ലാം കാണിക്കാൻ പറ്റും ഇല്ലേ? പക്ഷെ നമ്മളെപ്പോഴും പറയും, നമ്മളെ കൂട്ടുകാരെയൊക്കെ പറയും, അവൻ നല്ല മനസ്സുള്ളവനാ ഇല്ലേ? ഇല്ലെങ്കിൽ അവൾ നല്ല മനസ്സുള്ളവളാ എന്ന് പറയാറില്ലേ? അപ്പം മനസ്സൊന്ന് കാണിച്ചു തരാമോ? ഈ കയ്യും കാലും ഒക്കെ കാണിക്കാമല്ലോ. മനസ്സൊന്ന് കാണിച്ചു തരാമോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ദാണ്ട എൻ്റെ മനസ്സ് എന്ന് പറഞ്ഞ് കാണിച്ചു തരാൻ പറ്റുമോ? പക്ഷെ നമ്മൾ പറയാറില്ലേ നല്ല മനസ്സുള്ളവനാന്ന്? ഇപ്പോൾ റൂവൽ സിംഗിനെ കുറിച്ച് പറഞ്ഞില്ലേ അല്ലേ? റൂവൽ സിംഗ് നല്ല മനസ്സിൻ്റെ ഉടമ കൂടിയാണ്, അതുകൊണ്ടാണ് നല്ല മനുഷ്യനായത് അല്ലേ? നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സിൻ്റെ ഉടമയാണ്. പക്ഷെ നമുക്ക് മനസ്സ് മറ്റൊരാളെ എടുത്തു കാണിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നല്ല മനസ്സുള്ളവരാണെന്ന് പറയും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എങ്ങനെയുള്ളവരെയാണ് നല്ല മനസ്സിൻ്റെ ഉടമകൾ എന്ന് നമ്മൾ പറയാറ്? നല്ല പ്രവൃത്തി. കറക്റ്റ് ഉത്തരം അതാണ്. നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരെയാണ് നമ്മൾ നല്ല മനസ്സിൻ്റെ ഉടമകളെന്ന് പറയുന്നത്. അപ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ മനസ്സുള്ള മക്കളായി നിങ്ങൾ മാറണം എന്നുള്ളത് കൊണ്ടാണ് നല്ല മനസ്സുള്ള റൂവൽ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സമുദ്ര ലൈബ്രറി കഴിഞ്ഞ 1 മാസക്കാലമായി നിങ്ങളെ വിളിച്ചിരുത്തി ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു നൽകിയത്. ഇനിയിപ്പോൾ പഠനോപകരണ വിതരണവും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? തങ്ങളാൽ കഴിയുന്ന തരത്തിലുള്ളൊരു സഹായവും ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ നാളെ നിങ്ങൾ
നല്ല മനസ്സുള്ള മനുഷ്യനായി മാറണം. ഇവിടെ എനിക്ക് മുമ്പേ അഭിസംബോധന ചെയ്തു പോയ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് എന്തു പറഞ്ഞു? മാതാ പിതാ ഗുരു ദൈവം അല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ എനിക്കൊരു തിരുത്തുണ്ട്. മാതാപിതാക്കളും ഗുരുക്കന്മാരും ദൈവത്തെ പോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അതൊന്ന് തിരുത്തുന്നു. മാതാപിതാക്കളും ഗുരുക്കന്മാരും കഴിഞ്ഞേ ദൈവമുള്ളൂ. അതെൻ്റെ നിലപാട്. എന്തുകൊണ്ടാ? ദൈവത്തെ നമ്മൾ അറിയുന്നത് എന്തുകൊണ്ടാ? വിശ്വാസികളെ സംബന്ധിച്ച് ദൈവത്തെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ജനിച്ചത് കൊണ്ടല്ലേ. നമ്മൾ ജനിച്ചത് കൊണ്ടല്ലേ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റത്. നമുക്ക് ജന്മം നൽകിയത് ആരാണ്? അതെ, മാതാപിതാക്കൾ. അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ്. നമുക്ക് ജന്മം നൽകിയത് മാതാപിതാക്കൾ അല്ലേ? ജന്മം നൽകിയത് കൊണ്ടല്ലേ നമുക്ക് ജന്മം കിട്ടിയത്. ജന്മം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ അറിയുമോ? മനസ്സിലായ? അപ്പോൾ ജന്മം നൽകിയ മാതാപിതാക്കൾ. ഇത് നമുക്ക് പറഞ്ഞു തന്നതാരാ? മാതാപിതാക്കൾ കഴിഞ്ഞ് നമുക്ക് ജന്മം നൽകി. യെസ്, ആരാണ്? ഗുരുക്കന്മാർ അല്ലേ? ആ മാതാപിതാക്കൾ ജന്മം നൽകിയത് കൊണ്ടും ഗുരുക്കന്മാർ പറഞ്ഞു തന്നതുകൊണ്ടുമാണ് നമുക്ക് ആരെക്കുറിച്ച് അറിയാൻ പറ്റിയത്? ദൈവത്തെക്കുറിച്ച് ഇല്ലേ? അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞേ ദൈവമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കടപ്പാട് ആരോടായിരിക്കണം? കാരണം എന്താ? നാളെ നമ്മൾ എന്തെല്ലാമായി മാറിയാലും അതിന് കാരണം നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളാണ് അല്ലേ? അപ്പോൾ നമ്മൾ വലുതാകുമ്പോൾ മാതാപിതാക്കൾക്ക് എന്താവും? പ്രായമാകുന്നതിന് നമ്മൾ സാധാരണ എന്തുവാ പറയുക? വാർദ്ധക്യമൊക്കെ അതിൻ്റെ ഒരു നാടൻ ഭാഷ പറഞ്ഞാൽ മതി. എന്താകും? വയസ്സാകും. നമ്മൾ വലുതാകുമ്പോൾ മാതാപിതാക്കൾക്ക് വയസ്സാകും. വയസ്സാകുമ്പോൾ അവരുടെ സ്വഭാവം ആരെപ്പോലാവുമെന്ന? ആരെപ്പോലായി? കുട്ടികളെപ്പോലായി അല്ലേ? അപ്പം നമ്മളോ വലിയവരായി. നമ്മളെ മാതാപിതാക്കൾ കുട്ടികളായി അല്ലേ? അപ്പം കുട്ടികളെ സംരക്ഷിക്കേണ്ടതാരാ? മുതിർന്നവരല്ലേ? അപ്പം നമ്മൾ മുതിർന്നവരായി മാറുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ കുട്ടികളായി മാറില്ലേ അല്ലേ? അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആരാ? ആ സംരക്ഷണം ഏറ്റെടുക്കാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് എൻ്റെ ഇടതുവശം ഇരിക്കുന്നവർ. മനസ്സിലായില്ലേ? ഈ അവസ്ഥ ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ജനിച്ചപ്പോഴേ ഇത്രയുണ്ടോ? നിങ്ങൾ ജനിച്ചപ്പോഴേ ഇത്രയുണ്ടോ? എത്ര ഉണ്ടായിരുന്നെന്ന് ഓർമ്മയുണ്ടോ? എന്താ, നമ്മളിപ്പോൾ ആൻറ്റിമാരൊക്കെ പ്രസവിച്ച് കിടക്കുന്നത് കാണാൻ പോകത്തില്ലേ അല്ലേ? കാണാൻ പോകുമ്പം കാണത്തില്ലേ? എത്ര ഉണ്ട്? ഇത്തിരി അല്ലേ? അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളും. അവിടെ നിന്നാണ് നമ്മൾ ഇത്രയുമായി ഇപ്പോൾ മാറിയത്. ഇനിയും പോകണ്ടേ, വളരണ്ടേ അല്ലേ? അപ്പം നമ്മളെ വളർത്തിയെടുക്കാൻ നമ്മളെ മാതാപിതാക്കൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഓർമ്മ വേണം. ഞാൻ ഒത്തിരി പേരിരിക്കുന്നുണ്ട്, അതിൻ്റെ വിശദമായ വർത്തമാനത്തിലേക്ക് പോകുന്നില്ല അല്ലേ? നമ്മൾ കിടന്ന കിടപ്പിലല്ലേ കുഞ്ഞുങ്ങൾ കിടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? ഈ പ്രസവിച്ച് കിടക്കുന്ന കൈക്കുഞ്ഞുങ്ങൾ എന്ന് നമ്മൾ പറയുന്ന കിടക്കുന്ന കണ്ടിട്ടില്ലേ? അവർ ആ കിടപ്പിലല്ലേ ഒന്നിനും രണ്ടിനും പോകുന്നത്? ആണോ അല്ലയോ? ആന്നേ ഇല്ലേ? അവരെ വൃത്തിയാക്കുന്ന ആരാ?
ആന്നല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ദേഹത്ത് നിങ്ങളിപ്പോൾ നല്ല വസ്ത്രമൊക്കെ ഇട്ട് ഇങ്ങോട്ട് ഇറങ്ങി നിന്നാലേ നല്ല ഏറ്റവും ശുദ്ധമായ വെള്ളം ഏതാ? മഴവെള്ളം അല്ലേ? ആ മഴവെള്ളം ഏറ്റവും ശുദ്ധമായ വെള്ളം നിങ്ങളുടെ ദേഹത്ത് വീഴാൻ നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കുമോ? ഇല്ലല്ലോ. നല്ല ഒരുങ്ങി ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്തുണ്ടെ മഴ പെയ്ത് ഓടി അങ്ങ് അകത്തോട്ട് കയറുമല്ലോ. കയറുമേ. ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കാം. നമ്മളെ കുഞ്ഞ് ഇപ്പോൾ ആൻറ്റി ഇപ്പോൾ ആൻറ്റിയുടെ കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങി. ആ കല്യാണത്തിന് പോകാൻ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ രാവിലെ ജോലിയെല്ലാം ഒതുക്കി നിങ്ങളെയും ഒരുക്കി. അതും അമ്മമാരാണല്ലോ ചെയ്യേണ്ടത്. നിങ്ങളെയൊക്കെ ഒരുക്കിയിട്ട് അമ്മയും ഒരുങ്ങി. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റൈലിൽ നല്ല പട്ട് സാരിയൊക്കെ ഉടുത്ത് അല്ലേ, ഇത്തിരി പുട്ടിയൊക്കെ ഇട്ട് പൊട്ടുമൊക്കെ തൊട്ട് പട്ട് സാരി ഉടുത്ത് പുട്ടിയിട്ട് പൊട്ട് തൊട്ട് പട്ട് സാരിയൊക്കെ ഉടുത്ത് ഇറങ്ങിയിട്ട് കതക് പൂട്ടി. നിങ്ങളെ കയ്യിലിരിക്കുകയായിരുന്നു. കതക് പൂട്ടി ഇറങ്ങാൻ നേരത്ത് കുഞ്ഞ് കയ്യിൽ ഇളിയിൽ വെച്ചേക്കല്ലേ ഇരിക്കുക, അവിടെ അപ്പിയിട്ടു. കുഞ്ഞുങ്ങൾ അപ്പിയിടുന്ന എവിടെ വെച്ച് എപ്പോഴെന്ന് ആർക്കെങ്കിലും പറയാൻ വേണ്ടി കഴിയുമോ? പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു തുള്ളി വെള്ളം നമ്മുടെ ദേഹത്ത് വീഴാൻ നമ്മൾ അനുവദിക്കത്തില്ല അല്ലേ? അപ്പോൾ ഈ അപ്പിയിട്ടാൽ അഴുക്കാവുമല്ലോ അല്ലേ? ശരീരത്തും അഴുക്ക് പറ്റി, വസ്ത്രത്തിലും അഴുക്ക് പറ്റി. അത് പറ്റിച്ചതാരാ? ആ അഴുക്ക് പറ്റിച്ചതാരാ? ഈ കുഞ്ഞ് അല്ലേ? ആ അഴുക്ക് പറ്റിച്ചു എന്നുള്ള കാരണത്താൽ ഈ കുഞ്ഞിനെ ഛേ എന്ന് പറഞ്ഞ് ഏതെങ്കിലും അമ്മമാർ വലിച്ചെറിയുമോ? എറിയുമോ? ഇല്ല എന്ന് മാത്രമല്ല, അതിൽ ആദ്യം വൃത്തിയാക്കുന്ന വില കൂടിയ പട്ടുസാരിയാണോ, സ്വന്തം ശരീരത്തെയാണോ, ഈ കുഞ്ഞിനെയാണോ? ഈ കുഞ്ഞിനെയാണ്. അറിയാമല്ലോ, അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാ കേട്ടാ, ഓർമ്മ വേണം. അപ്പം നമ്മൾ വലുതായി അവർ വയസ്സാകുമ്പോൾ നടക്കാൻ പറ്റാതാകും അല്ലേ? കിടപ്പാകും. ആ കിടപ്പാകുമ്പോൾ രോഗം വരും. അപ്പോൾ അവരെ പരിചരിക്കുക, അവർക്ക് മരുന്ന് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? മക്കളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെ നല്ല മക്കളായി നല്ല മനുഷ്യരായി മാറണം. നമ്മളിപ്പോൾ ഇവിടെ അതിനോടൊപ്പം നല്ല മനസ്സിൻ്റെ ഉടമകളാവുക എന്ന് പറയുക. ഇവിടെ നിങ്ങളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒരേ വിശ്വാസമുള്ളവരാണോ? ഒരേ വിശ്വാസമുള്ളവരാണോ? എല്ലാവരും അമ്പലത്തിൽ പോകുന്നവരാണോ? എല്ലാവരും പള്ളിയിൽ പോകുന്നവരാണോ? എല്ലാവരും ചർച്ചിലേക്ക് പോകുന്നവരാണോ? വ്യത്യസ്തരല്ലേ? നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയില്ലേ? നിങ്ങളുടെ മുഖത്തെല്ലാം ഈ ഒരു മാസക്കാലമായി എന്തുമായിരുന്നു? ഇപ്പോഴും സന്തോഷം അല്ലേ? അപ്പോൾ വിശ്വാസങ്ങൾ വ്യത്യസ്തമാകും. അത് പ്രപഞ്ചമുള്ളിടത്തോളം കാലം, മനുഷ്യനുള്ളിടത്തോളം കാലം അങ്ങനെ തന്നെയായിരിക്കും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കിപ്പോൾ അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ അല്ലേ? വന്നിട്ടുണ്ടോ? പേരൻസൊക്കെ വന്നിട്ടുണ്ടോ? കുറേ പേരുടെ പേരൻസ് വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഒന്നിലധികം മക്കൾ കാണുമല്ലോ. ചില സ്ഥലങ്ങളിലേ ഉള്ളു ഒന്നുള്ളത്. ഞങ്ങളെയൊക്കെ സമയത്തെന്ന് പറഞ്ഞാൽ 10-12 മക്കൾ. ഇപ്പം പിന്നെ 1-2 മാറി പോട്ടെ. അപ്പം ഞാൻ 2ൻ്റെ കണക്കേ പറയുന്നുള്ളൂ. അപ്പം 2 മക്കളുണ്ട്. 2 പേർക്കും ഒരേ നീളമാണോ? ഒരേ വണ്ണമാണോ? അല്ലല്ലോ. ഒരേ സ്റ്റൈലിലാണോ നടക്കുന്നത്? ഒരേ സ്റ്റൈലിലാണോ കിടക്കുന്നത്? ഒരേ സ്റ്റൈലിലാണോ വർത്തമാനം പറയുന്നത്? വ്യത്യസ്തമല്ലേ? അപ്പോൾ 2 മക്കളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവർ സഹോദരങ്ങളല്ലാതായി മാറുമോ? വ്യത്യസ്തതയാണെങ്കിലും സഹോദരങ്ങളാണ് അല്ലേ? നമ്മളെല്ലാം വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഉള്ളവരാകാം. പക്ഷേ അതുകൊണ്ട് നമ്മൾ സഹോദരങ്ങളല്ലാതായി മാറുന്നില്ല.
എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും സഹകരിക്കാനും കടമപ്പെട്ടവരും ഉത്തരവാദിത്തപ്പെട്ടവരുമാണെന്ന തിരിച്ചറിവുള്ള നല്ല മക്കളായി വളരണം. അല്ലേ? നമുക്ക് കിട്ടുന്നത് ഇങ്ങോട്ട് കിട്ടും, നമുക്ക് ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് നൽകാൻ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ? ഇപ്പോൾ ഇവിടെ സമുദ്ര ലൈബ്രറി നേതൃത്വത്തിൽ ഒരു മാസക്കാലമായി അധ്യാപകരെ വരുത്തി നിങ്ങൾക്ക് ആവശ്യമായ സ്നാക്സും ഒക്കെ തന്ന്, അല്ലേ? ഇപ്പോൾ ദാണ്ട അവസാനിക്കാൻ പോകുന്ന സമയത്ത് പഠനോപകരണമൊക്കെ നൽകിയല്ലേ വിടുന്നത്? ആണല്ലോ. അപ്പോൾ അത് നല്ല മക്കളായി വളരാനല്ലേ, നല്ല മനുഷ്യനായി വളരാനാണ്. അപ്പോൾ തിന്മകളിൽ നിന്നും അകന്ന് നിൽക്കുക. നേരത്തെ ഇവിടെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്, ഒത്തിരി പറഞ്ഞാൽ അതെന്താണെന്നറിയാനുള്ളൊരു ആകാംക്ഷയുണ്ടാവും. അതുകൊണ്ടാണ് ലഹരിക്കെതിരായിട്ട് ഒത്തിരി വർത്തമാനം പറയാത്തത്. ഒന്നുമില്ല, നമ്മളിപ്പോൾ തീ കത്തിച്ച് അതിൽ കൊണ്ടുപോയി കൈ വെക്കുമോ? എന്തുകൊണ്ടാ? പൊള്ളും, അറിയാമല്ലോ. അതിനേക്കാൾ വലിയ പൊള്ളലാണ് ലഹരി ഉപയോഗിച്ചാൽ സംഭവിക്കുന്നത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് അതിൽ തൊടാൻ പാടുണ്ടോ? പാടില്ല. അത് വിൽക്കുന്നവൻ വരും, സൂപ്പറാന്ന് പറയും. എന്തിനാ? അവനെന്ത് വേണം? പണം മതി, അല്ലേ? അവൻ നമ്മൾ ആരോഗ്യം പോയാലും നമ്മൾ നശിച്ചാലും അവനൊന്നുമില്ല, അവന് പണം മതി. അതുകൊണ്ട് അവൻ സൂപ്പറാന്നേ പറയത്തുള്ളൂ. അവൻ്റെ സൂപ്പറാണെന്നുള്ള അവൻ്റെ വർത്തമാനം കേട്ട് നമ്മൾ അതിൽ പെട്ടാൽ നമ്മളെ കാശും പോകും, നമ്മുടെ ജീവിതവും പോകും. അത് മനസ്സിലാക്കുക. അപ്പോൾ നാളെ നല്ല മക്കളായി വളർന്ന് റൂവൽ സിംഗിനെ പോലെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള, എല്ലാവരെയും സ്നേഹിക്കുന്ന, ഇല്ലേ, കൂടെ പഠിക്കുന്നവരെ കൂടപ്പിറപ്പുകളായി കാണണം. അങ്ങനല്ലേ നമ്മൾ പറയാറ്? കൂടെ പഠിക്കുന്നവരെ കൂടപ്പിറപ്പുകളായി കണ്ട് നല്ല മനുഷ്യരായി, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും എല്ലാം വ്യത്യസ്തമാണെങ്കിലും നമ്മളെല്ലാം മനുഷ്യരാണ് എന്ന തിരിച്ചറിവോടുകൂടി നല്ല മക്കളായി വളരാൻ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് കഴിയണം. ഇപ്പോൾ റൂവൽ സിംഗ് ഇപ്പോൾ കുറേ അധികം പേരെ സംരക്ഷിക്കുന്നു, അല്ലേ? ഒരിക്കലും ഇതുപോലുള്ള എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്നവരെ പോലുള്ളവർക്ക്, അല്ലെങ്കിൽ റൂവൽ സിംഗ് നടത്തുന്നത് പോലുള്ള ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാ? ഇങ്ങനെയുള്ളവർ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ളവർ, മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്നവർ, മക്കളാൽ സംരക്ഷിക്കപ്പെടാതെ പോകുന്നവർ ഉണ്ടാകുമ്പോഴല്ലേ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകേണ്ടത്. എല്ലാവരെയും മക്കൾ സംരക്ഷിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇല്ലാത്ത നാടായി, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇല്ലാത്ത നാടായി മാറ്റുക എന്ന് പറഞ്ഞാൽ മൊത്തം രക്ഷകർത്താക്കളെയും സംരക്ഷിക്കുന്ന മക്കളുള്ള നാടായി നമ്മളെ നാടിനെ മാറ്റാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് കഴിയണം. വൈകുന്നേരം 3 മണിക്ക് കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റൂവൽ സിംഗ് എം അധ്യക്ഷത വഹിച്ചു. എൻ്റെ പേരെന്തെന്ന് അറിയാമോ? ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. ഇതാരാ ഇട്ടത്? ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം ചോദ്യം ഇതാണ്, ഇതാരാണ് ഈ പേരിട്ടതെന്നാ? നിങ്ങൾക്ക് സംശയം വല്ലതും ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്, എല്ലാവർക്കും ഉണ്ടല്ലേ? 2 കാര്യങ്ങളാണ് ഇവിടെ വരുന്ന എല്ലാ വിശിഷ്ട അതിഥികളും ചോദിക്കുന്നത്. 2 ചോദ്യങ്ങളാണ്. ഇതാരാണ് പേരിട്ടത്? രണ്ടാമത്തെ ചോദ്യം, ഇത് ഈ വയോജന കേന്ദ്രം എന്തിനു വേണ്ടിയാണ് താങ്കൾ തുടങ്ങിയത്? ഈ 2 ചോദ്യത്തിന് ഉത്തരം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലേക്കൂ. എൻ്റെ അച്ഛൻ എനിക്കൊരു 6 മാസം, അല്ലേ, 6 മാസം കേട്ടിട്ടുണ്ടോ? ഒരു കുഞ്ഞിൻ്റെ 6 മാസം കേട്ടിട്ടുണ്ടെങ്കിൽ ആ 6 മാസം ഉള്ളപ്പം ഈ വീട്ടിൽ നിന്ന് പോയതാണ്.
മനസ്സിലായോ? ഇപ്പോൾ 6 മാസം പോകുമ്പോൾ എന്തായിരിക്കും ആ ആളിനുള്ള മനസ്സിലുള്ള വിഷമം എന്തായിരിക്കും അറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനില്ലേ? ഉണ്ട്. അല്ല, എനിക്ക് അച്ഛനില്ല. അപ്പോൾ അച്ഛനില്ലാതെ വളർന്നതിൻ്റെ വിഷമം എനിക്ക് ഏറെ വലുതായിരുന്നു. എനിക്ക് അറിവായ സമയങ്ങളിൽ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒന്ന് എഴുന്നേറ്റെ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ഇരുന്നോ? എൻ്റെ അമ്മ കശുവണ്ടി തൊഴിലാളിയായിരുന്നു. കേട്ടിട്ടുണ്ടോ? ഇല്ല. പാരിപ്പള്ളി അണ്ടിയാപ്പേസിലാണ് തൊഴിലെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രായത്തിൽ ഞാൻ ഇവിടെ നിന്ന് പാരിപ്പള്ളി അണ്ടിയാപ്പേസ് രാവിലെ വൈകുന്നേരമാകുമ്പോൾ നടന്നു പോകും. ഒരു സൈഡ് പിടിച്ച് നടന്നു പോയിട്ട് അവിടെ നിന്ന് വലിയ പഞ്ചസാര ചാക്ക് കണ്ടിട്ടുണ്ടോ? ആ പഞ്ചസാര ചാക്ക് നിറച്ച് തോട് വാരി വയ്ക്കും. ആ തോടും ചുമന്നുകൊണ്ട് ഈ 5 കിലോമീറ്റർ ദൂരത്തിൽ ഇവിടം വരെ എത്തിക്കണം. നിങ്ങൾക്ക് പറ്റുമോ? എന്താ പറ്റാത്തതെന്താ? ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രായമുള്ളവരുള്ളായിരുന്നു. എനിക്ക് വന്ന് അത്രയും വയസ്സ് മാത്രമേ ഉള്ളായിരുന്നോ? എന്താ പറ്റാത്തെന്താ? എന്താണ് പറ്റാത്തെന്താണ്? ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒന്ന് എഴുന്നേറ്റെ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒന്ന് എഴുന്നേറ്റെ. ഇരുന്നോ? ഞാനും 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതാതെ ഞാൻ പിറ്റേ ദിവസം തൊട്ട് പാറ ലോഡിങ്ങിനാണ് പോയത്. നിങ്ങളോട് പറ്റുമോ? എന്താ പറ്റാത്തെന്താ? എന്താണ് പറ്റാത്ത കാര്യം? എന്താ? നിങ്ങൾക്ക് ശരീരത്തിന് ആരോഗ്യമില്ലേ? അപ്പോൾ ഞാനെന്തായാലും ഈ വയോജന കേന്ദ്രം കെട്ടിപ്പടുത്തിയത് എനിക്ക് 100 അച്ഛന്മാരെ സ്നേഹം കിട്ടാൻ വേണ്ടിയാണ്. എന്തായാലും ഞാൻ വയോജന കേന്ദ്രം കെട്ടിപ്പടുത്തി ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ 4 ദിവസത്തിന് മുമ്പ് എൻ്റെ അച്ഛൻ ഇവിടം വിട്ടു പോയി. എന്തായാലും കാര്യം, ഞാൻ ചെയ്യുന്ന ഈ പുണ്യപ്രവർത്തനം കാണണ്ട എന്ന് തീരുമാനിച്ചായിരിക്കും അല്ലേ? അതിന് ദൈവം ഒരു അവസരം കൊടുത്തില്ല. അതാണ് അദ്ദേഹം എനിക്ക് വേണ്ടി പേരിട്ടിട്ട് അദ്ദേഹം പോകുമ്പോൾ എനിക്ക് ഇന്ന പേരായിരുന്നു ഞാനും അറിഞ്ഞില്ല, ഈ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞില്ല. പിന്നെ വിട്ട് എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാനും പറ്റിയില്ല, എന്തിനാണ് ഈ പേരിട്ടെന്ന് ചോദിക്കാനും പറ്റിയില്ല. അതാണ് ആ പേരിൻ്റെ പിന്നിലുള്ള കഥ. വയോജന കേന്ദ്രം കെട്ടിപ്പടുത്തുന്ന കഥയും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. എനിക്ക് 100 അച്ഛന്മാരുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വയോജന കേന്ദ്രം ഞാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ നാട്ടിലെല്ലാം വെറും സാധാരണക്കാർ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം നിങ്ങൾ ഒരുപാട് സമ്പന്നരായല്ലേ? ആണോ? ഇപ്പം നിങ്ങൾ ഒരുപാട് സമ്പന്നരായി. പക്ഷേ നിങ്ങളുടെ പ്രായത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളും സഹിക്കേണ്ടി വന്നാണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ കഴിയാത്ത പ്രയാസം ഏറെ വലുതാണ്. ഞാൻ അന്നു മുതൽ മിക്ക സ്കൂളിലെയും കുട്ടികളെ ഞാൻ സഹായിക്കാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ലൈബ്രറി ഉണ്ടാക്കുമ്പോഴും ഞാൻ ഇന്നലെ പറഞ്ഞു ലൈബ്രറി എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം തന്നെ ലൈബ്രറിയോടൊപ്പം തന്നെ പുതിയ ഒരു മന്ദിരം കൂടി പണിഞ്ഞുകൊണ്ടിരിക്കുക. ആ മന്ദിരം പണി പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് കളിച്ച് നടക്കാൻ പാർക്കും അതോടൊപ്പം വായനാശാലയും ഉൾപ്പെടെ അവിടെ തന്നെ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് തരേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിച്ച് വലിയ നിലയിൽ എത്തുവാൻ നിങ്ങൾക്ക് കഴിയണം. ഇന്ന് നമ്മൾ പാറ ജംഗ്ഷനിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലന്മാരും മറ്റ് ഇതര മേഖലയിൽ പണിയെടുക്കുന്ന ജോലിയെടുക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ നമ്മളെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ചുമന്ന ലൈറ്റ് വെച്ച വാഹനം കണ്ടിട്ടുണ്ടോ? ചുമന്ന ലൈറ്റ് വെച്ച വാഹനം, ആ വാഹനത്തിൽ വരുവാനുള്ള അവസരം നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. ഈ പാറ ജംഗ്ഷനിൽ പഠിച്ചു വളർന്ന് വലിയ നിലയിൽ എത്തുവാനും നിങ്ങൾക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസപരമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏത് സമയവും എന്നെ സമീപിക്കാം. എന്നാൽ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഇന്നും നമ്മൾ 10 വിദ്യാർത്ഥികൾ, ഈ കൂട്ടത്തിൽ നിന്ന് 10 വിദ്യാർത്ഥികളെ കണ്ടെത്തിയിരിക്കുകയാണ്. അവരുടെ ട്യൂഷന് വേണ്ടി
നിങ്ങൾ ഏത് ട്യൂഷൻ സെൻറ്ററിലാണ് പോകാൻ കഴിയുന്നത് ആ സെൻറ്ററിലേക്ക് ആ 10 കുട്ടികളുടെ ട്യൂഷൻ ഫീസ് ഞങ്ങൾ ആ സെൻറ്ററിലേക്ക് അടയ്ക്കുന്നതാണ്. അതുകൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എൻ ശ്രീകണ്ഠൻ നായർ സ്വാഗതം ആശംസിച്ചു. കേരളത്തിലെ മറ്റൊരു ലൈബ്രറിക്കും ഇത്ര കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിബൃഹത്തായ എന്ന് തന്നെ പറയാവുന്ന ഒരു വായനക്കളരി ഒരു ദിവസം പോലും മുടക്കം വരാതെ പല ദിവസങ്ങളിലും 2ഉം 3ഉം വിശിഷ്ട വ്യക്തികളെയും ക്ലാസ് നയിക്കുന്നവരെയും കൊണ്ടുവന്ന് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഈ ക്ലാസ് നടത്താൻ സമുദ്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തെളിയിക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഗുണമുണ്ടായി എന്ന് പറയേണ്ടത് ഈ വായനാ കളരിയിൽ പങ്കെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിലെ മറ്റൊരു വായനശാലയ്ക്കും ഇത്ര സുസംഘടിതമായിട്ട് ഇത് നടത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ ഈ വായനാ കളരിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഭൂരിഭാഗവും ഇവിടെ അടുത്ത് ഉള്ള 2 പിന്നോക്ക കോളനികളിലെ കുട്ടികളാണ് ബഹുഭൂരിപക്ഷവും, എല്ലാവരും ഒരാണെന്നല്ല. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ച് ഇത്തരം ഒരവസരം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ്, പുണ്യമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ ക്ലാസ് എടുക്കാൻ വന്ന വിവിധ മേഖലയിലുള്ള ഞങ്ങളെ മാജിക് മുതൽ കരുതൽ, സൂമ്പ, ഒന്നിലേറെ നാടോടി കലാകാരന്മാർ നാടോടി പാട്ടുകൾ അവതരിപ്പിച്ചു, നാടക കലാകാരന്മാർ, ശാസ്ത്രീയ സംഗീത വിദഗ്ധന്മാർ, അങ്ങനെ നിരവധി മേഖലയിൽ ഏറ്റവും അവസാനം ഇന്നലെ കുട്ടികൾക്ക് പാമ്പ് വിഷത്തിനെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് ഇവിടെ പ്രിയപ്പെട്ട ശ്രീ വാവ സുരേഷ് വന്ന് കുട്ടികളുടെ അവസാന സമയത്ത് ക്ലാസ് തീരുന്നത് വരെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കുടുംബവും ഇവിടെ ചെലവഴിച്ചിട്ടാണ് പോയത്. കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ ബാലവേദിയിലെ 95 കുട്ടികൾക്ക് ബാഗ്, ബുക്കുകൾ, ജോമെട്രി ബോക്സ്, പേനകൾ, പെൻസിൽ, പൗച്ച് മുതലായ പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് സംസാരിച്ചു. സാധാരണ ലൈബ്രറികളിൽ ചെല്ലുമ്പോഴുണ്ടാകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷവും അനുഭവമാണ് ഇവിടെ വരുമ്പോഴുണ്ടാകുന്നത്. മുമ്പും ഞാനിവിടെ പരിപാടിക്ക് വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞൊരു ദിവസം വരാമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് അന്ന് വരാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് ഞാനിന്ന് എത്തിച്ചേർന്നത്. ഇവിടെ മനുഷ്യസ്നേഹത്തെക്കുറിച്ചും കുട്ടികളെങ്ങനെയാണ് ഈ മനുഷ്യസ്നേഹമുള്ളവരായി വളർന്നു വരേണ്ടത് എന്നതിനെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇവിടെ വളരെ സുദീർഘമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പഠനോപകരണങ്ങൾ ഒക്കെ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. എനിക്കും MLAക്കും കൊല്ലത്ത് ഇരയൂരം ഡിവിഷനിൽപ്പെട്ട ഇരയൂരം മണ്ഡലത്തിൽപ്പെട്ട മറ്റൊരു ലൈബ്രറിയിൽ ഇതുപോലെ പരിപാടിയിൽ, അതും ബാലവേദിയാണ്, അവിടെ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസം 18-ാം തീയതിയാണ് സംസ്ഥാനത്തെ എല്ലാ ഗ്രന്ഥശാലകളിലും കുട്ടികളുടെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കണമെന്നും അത് 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത പരിപാടികളായി സംഘടിപ്പിക്കണമെന്നും സംസ്ഥാന ലൈബ്രറി കൗൺസിൽ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒട്ടുമിക്ക ലൈബ്രറികളിലും ചെറുതും വലുതുമായിട്ടുള്ള നിരവധിയായ പരിപാടികൾ നടന്നു. 1 മാസം പരിപാടി നടന്നിട്ടുണ്ട്, 20 ദിവസം, 10 ദിവസം ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇവിടെല്ലാം കുട്ടികളുടെ വലിയ കൂട്ടായ്മ ഉണ്ടാവുകയും കുട്ടികൾക്ക് വ്യത്യസ്തമായ വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയവർ വന്ന് അവരുമായിട്ട് സംസാരിക്കുകയും അവരുടെ അറിവിനെ വികസിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയും നടന്നത് കഴിഞ്ഞ 1 മാസക്കാലം, ഇന്ന് 31ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 30 ദിവസക്കാലമായിട്ട് ഇവിടെയും നടന്നു വന്നത് അത്തരത്തിലുള്ള പരിപാടികളാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുന്നതിന്, അതുപോലെ നിങ്ങളുടെ സംസ്കാരത്തെ ഉയർത്തുന്നതിന്, ബൗദ്ധിക മണ്ഡലത്തെ വികസിപ്പിക്കുന്നതിന് ഒക്കെ നിരവധിയായ പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. തുടർന്നും നമുക്ക്
ഈ ഗ്രന്ഥശാലയിൽ വെച്ച് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾ എന്നുള്ള തരത്തിലേക്ക് നടത്തിക്കൊണ്ട് പോകേണ്ടതാണ്. ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും നമ്മുടെ ലോകം ഇന്ന് നാം കാണുന്ന തരത്തിലേക്ക് ആയിത്തീർന്നത് എങ്ങനെയാണെന്ന് അറിയാനും അത് അങ്ങനെ ആയിത്തീരുന്നതിന് എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ സാഹചര്യങ്ങളെന്നും അതിന് കാരണക്കാരാരായിരുന്നു എന്നതിനെ സംബന്ധിച്ചുമെല്ലാമുള്ള വായനയും പഠനവുമെല്ലാം നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം. നല്ല ചരിത്രബോധമുള്ള വിദ്യാർത്ഥികളായി ഓരോരുത്തരും വളർന്നു വരേണ്ടതാണ്. എങ്കിൽ മാത്രമേ നാളെ നമ്മുടെ ലോകം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ. ഈ ലോകത്തെ നാളെ നയിക്കേണ്ടവരാണ് നിങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശരിയായ കാഴ്ചപ്പാട് ഉള്ളവരായിരിക്കണം. ആ കാഴ്ചപ്പാടോട് കൂടിയായിരിക്കണം വളർന്നു വരേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് MLA പറഞ്ഞ നമ്മുടെ ഈ മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്. മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമകളായി നിങ്ങൾ ഓരോരുത്തരും വളർന്നു വരിക. അതിന് എല്ലാവിധമായിട്ടുള്ള സഹായങ്ങളും നമ്മുടെ സമുദ്ര ലൈബ്രറിയിൽ നിന്നും അതുപോലെ സമുദ്രതീരം എന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ നിന്നും, അത് വളരെ ഒരു മഹത്തായ പ്രസ്ഥാനമായിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം അകമഴിഞ്ഞ പിന്തുണ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആശാദേവി മുഖ്യ അതിഥിയായി. നമ്മൾ ഇന്ന് ഈ ആധുനിക ലോകത്ത് നമ്മൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ നമ്മുടെ ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ സംഭാവന എന്ന് പറയുന്ന, നേരത്തെ ഒരു അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത രക്ഷിതാക്കൾ പോലും ഡിജിറ്റൽ ലോകത്തിലോട്ട് മാറിക്കൊണ്ട് തങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി നാം നേരിട്ട ആ കോവിഡ് കാലത്ത് നമ്മൾ നേരിട്ട അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ കുട്ടികളുടെ പഠനം നിലച്ചു പോകാതിരിക്കാൻ വേണ്ടി ഓരോ രക്ഷിതാക്കളും കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ഫോൺ മേടിച്ചു കൊടുക്കുക, മറ്റ് സ്പോൺസർഷിപ്പിലൂടെയും മറ്റുമൊക്കെ കുട്ടികൾക്ക് ഫോണുകൾ കൊടുക്കുക. അങ്ങനെ നാം ആശിക്കുന്നത് എന്തും തന്നെ ഒരു വിരൽത്തുമ്പിലൂടെ നമ്മൾ ഇന്നതിന് പറയുന്ന വാക്കെന്തോണ് പറയാമോ ആർക്കെങ്കിലും? ഏത് കാര്യവും ഏത് സമയവും നമുക്ക് വിരലൊന്ന് തൊട്ടാൽ മതി നമുക്ക് ലഭ്യമാകുന്ന ആ ആധുനിക സാങ്കേതിക വിദ്യ. അതിന് നമ്മൾ മൊബൈലിൽ പറയുന്ന ഒരു പേരുണ്ടല്ലോ, ആപ്പ്. ഏതൊരു കാര്യമുണ്ടെങ്കിലും അതിൻ്റെ ആപ്പ് പിടിച്ചിട്ടാൽ മതി, നമുക്കതിലങ്ങ് ഇല്ല. അങ്ങനെയല്ലേ ഞാൻ ഒന്ന് മനസ്സിലാക്കുക. കാരണം നമുക്കറിയാം നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത രോഗങ്ങളും മറ്റും പിടിപെട്ടുകൊണ്ട് ഒരു വ്യക്തിയുടെ ആ ഒരു ആയുസ്സിൻ്റെ പകുതി പോലും എത്തുന്നതിന് മുന്നേ തന്നെ മാരകമായ രോഗങ്ങൾക്ക് നാം ഓരോരുത്തരും അടിമകളാകുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ആ ജീവിത സാഹചര്യമാണ് നമ്മളെ അതിൽ കൊണ്ടെത്തിക്കുന്നത്. കാരണം നമ്മുടെ വീടുകളിലെ നമ്മുടെ അടുക്കള എന്ന് പറയുന്ന ആ അടുക്കളയും അതിൽ നമ്മുടെ അമ്മമാർ പാകം ചെയ്തു തരുന്ന ആ ഭക്ഷണവും കഴിച്ചുകൊണ്ടിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. ആ ഒരു തലമുറയിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇന്ന് പറയുന്ന തരത്തിലുള്ള അസുഖങ്ങളൊന്നും തന്നെ നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുകൂടി നാം മനസ്സിലാക്കണം. കാരണം ഞാനിത് സൂചിപ്പിച്ചത് ഇന്ന് ഏത് ഗ്രാമപ്രദേശത്തിലായാലും ഏത് പാവപ്പെട്ടവൻ്റെ വീട്ടിലായാലും അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതി നിൽക്കുന്ന അങ്ങനെയുള്ളവരെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് ഇന്ന് പ്രവർത്തനം നിലച്ചുകൊണ്ട് ഏത് ഭക്ഷ്യസാധനവും അപ്പോഴും തന്നെ മക്കൾ ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ രക്ഷിതാക്കളുടെ സമയമോ സൗകര്യമോ ഒക്കെ തന്നെ അത് പാകം ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇല്ലാതാകുമ്പോൾ ഒരു ആപ്പ് അങ്ങോട്ട് ഞെക്കുന്നു, ഉടനെ തന്നെ വണ്ടി വരുന്നു, നിൽക്കുന്നു, കൊടുക്കുന്നു, മേടിക്കുന്നു. ഞാൻ പറയുന്നത് ശരിയല്ലേ? കാരണം അങ്ങനെ ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വരെ ഇന്ന് നമ്മുടെ വാതിൽപ്പടിയിൽ കൊണ്ടെത്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാത്രത്തിലുള്ള ആ ഭക്ഷണം നാം കഴിക്കുമ്പോൾ ഇന്ന് നമ്മുടെ സമയവും മറ്റുമൊക്കെ ലാഭിക്കുന്നതിന് വേണ്ടി നാം അത് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെ മറ്റേ ആശ്രയിക്കുന്ന തരത്തിലോട്ട് മാരകമായ അസുഖങ്ങൾക്ക് അടിമകളായി നമ്മൾ പോകുന്നു. ഞാൻ സൂചിപ്പിച്ചത് മറ്റൊന്നുമല്ല, ഈ മൊബൈൽ ഫോണുകളും അതിന് ഏതും അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും ഒരു വിരൽ തുമ്പിൽ തരുന്ന ആ ഒരു സിസ്റ്റം,
ആ ഒരു തരത്തിലുള്ള ഞാൻ ആ പറഞ്ഞ വാക്കുകൾ നമ്മളങ്ങനെ ആപ്പുകളും മറ്റും ഉണ്ടെങ്കിലും അതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിനും അടിസ്ഥാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ വായിച്ച് തന്നെ വളരണം. എത്ര ആധുനിക സാങ്കേതിക വിദ്യകളുണ്ടായാലും ഏത് ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ജീവിച്ചാലും പുസ്തകങ്ങളിലൂടെ നാം വായിച്ച് നേടുന്ന ആ അറിവ് നമ്മളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും, അത് ഹൃദിസ്ഥമായിരിക്കും. അങ്ങനെ നമ്മുടെ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമപ്രദേശങ്ങളിൽ വായനശാലകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ആ തരത്തിൽ വായനശാലകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം ഈ ത്രിതല ഭരണ സംവിധാനങ്ങളെല്ലാം തന്നെ വായനശാലകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഈ അവസരത്തിൽ ഇന്ന് ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥിയായി എന്നെ ക്ഷണിച്ചിരിക്കുന്നു. അപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഞാൻ പറയട്ടെ, ഞാനൊക്കെ ഈ ജില്ലാ പഞ്ചായത്ത് അംഗം ആയതിനു ശേഷം തന്നെയാണ് ഈ വയോജന കേന്ദ്രം ഇവിടെ ഉണ്ടായത്. അതിനൊക്കെ ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനുശേഷം നമ്മുടെ ഈ ഒരു സമുദ്രയുടെ ലൈബ്രറിയുടെ രൂപീകരണവും അതിൻ്റെ രജിസ്ട്രേഷനും അതെല്ലാം നടത്തിക്കൊണ്ട് നമ്മുടെ ലൈബ്രറികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകി വരുന്ന ലാപ്ടോപ്പും പ്രൊജക്ടറും എന്ന പദ്ധതി 24-ാം തീയതി സമുദ്രയുടെ അറിയിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമുദ്രയുടെ ഭാരവാഹികൾ പോയി ജില്ലാ പഞ്ചായത്തിൽ നിന്നും സമുദ്രയ്ക്ക് വേണ്ടി അത് ഏറ്റുവാങ്ങേണ്ടതാണ്. അതിൻ്റെ വിതരണം 24-ാം തീയതി നടക്കുന്നു. അതിന് ഈ ഡിവിഷനിൽ നിന്ന് 2 വായനശാലകളാണ്. ഒന്ന് നമ്മുടെ സമുദ്ര ലൈബ്രറിയും അതുപോലെ തന്നെ നമ്മുടെ ദേശസ്നേഹി വായനശാലയും 2 വായനശാലകൾക്കാണ് കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൻ്റെ ലാപ്ടോപ്പ് പ്രൊജക്ടർ സ്ക്രീൻ ഉൾപ്പെടെയുള്ള ഈ ഒരു സംവിധാനത്തിന് അർഹരായിട്ടുള്ളത്. ഇവിടെ വന്നിരിക്കുന്ന 1 മാസക്കാലമായി വായനക്കളരിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാർത്ഥികൾക്ക് നമുക്ക് ഏതെങ്കിലുമൊക്കെ സയൻസിൻ്റെ മറ്റും പരിപാടികൾ നമുക്ക് സ്ക്രീനിൽ കാണണമെങ്കിൽ അതെല്ലാം തന്നെ ഇനി കൂടുതൽ സൗകര്യപ്രദമായി ഈ വായനശാലയിൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഇത്തരത്തിൽ ഇന്ന് നേരത്തെ സൂചിപ്പിച്ചവർ പറഞ്ഞതുപോലെ ഇന്നൊരു വേദിയിൽ ഇത്രയും കുട്ടികൾക്ക് ഈ പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ട് ഈ ഒരു വായനശാലയാണ് അതിൻ്റെ പിന്നിലെന്ന് ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ ഭാരവാഹികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ചെയർമാനടക്കം ആ മുൻകൈ എടുക്കുമ്പോൾ നാളെ നിങ്ങൾ വലുതാകുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ അന്ന് ചിന്തിക്കണം, ആ കുട്ടിക്കാലത്ത് ഞങ്ങൾക്കിങ്ങനെ വായിക്കുന്നതിനും പഠിക്കുന്നതിനാവശ്യമായ പഠനോപകരണങ്ങളും ഒക്കെ ലഭ്യമായിരുന്നത് സമുദ്ര വായനശാലയിൽ നിന്നാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ ഈ വായനശാലയെ പറ്റിയുള്ള ആ ഒരു അറിവ് അല്ലെങ്കിൽ ആ ഒരു പേര് നിങ്ങളുടെ ഒരു അടയാളപ്പെടുത്തലായി മാത്രം ഉണ്ടാകണം. മുൻ MLA ടി ശരത് ചന്ദ്ര പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗം സുബി, സമുദ്ര സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ പ്ലാക്കാട് ശ്രീകുമാർ, പ്രകാശ് കളത്ര, ഡോക്ടർ ആർ ജയചന്ദ്രൻ, സമുദ്ര ലൈബ്രറി ഫോക്ലോർ അക്കാദമി പ്രസിഡന്റ് അജിത് ലാൽ, പ്രണവം ഷീല മധു, സമുദ്രതീരം PRO ശശിധരൻ പിള്ള, മാമ്പള്ളി GR രഘുനാഥൻ, സന്തോഷ് പാരിപ്പള്ളി തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. ഞാനിവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വായനയുടെ പ്രത്യേകതയെക്കുറിച്ചുള്ള പാംലെറ്റുമൊക്കെ തന്നു. നമ്മുടെ കുട്ടി നിങ്ങളുടെയൊക്കെ കയ്യിൽ ആരുടെയിലൊക്കെ മൊബൈലൊക്കെ ഉണ്ടോ? ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല അല്ലേ? എല്ലാം വീട്ടിലുണ്ട്, ഭദ്രമാണ്. അപ്പോൾ പണ്ട് നമ്മൾ വായിച്ച് പഠിച്ചതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ മൊബൈലിൽ കൂടി എളുപ്പത്തിൽ പഠിക്കുകയാണ്. കോവിഡിൻ്റെ സമയത്താണ് ഈ മൊബൈൽ നമ്മളെ സ്വാധീനിച്ചത്. അതുവരെ രക്ഷകർത്താക്കൾ കുട്ടികൾ മൊബൈലിൽ തൊട്ടാൽ കൈയുടെ കെണ്ടയ്ക്ക് അടി തരുമായിരുന്നു. മൊബൈൽ വന്നപ്പോൾ രക്ഷകർത്താക്കൾ തന്നെ മേടിച്ചു തന്നു. ഇപ്പോൾ കോവിഡിൻ്റെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് മൊബൈൽ സ്ഥിരീകരിക്കപ്പെട്ടു, എല്ലാവർക്കും ഒരു മസ്റ്റായി മാറി. ആ മൊബൈൽ നമ്മുടെ ഒരു പ്രധാന അവയവമായി മാറുന്നത് പോലെ ആയതോടുകൂടി രക്ഷകർത്താക്കളൊക്കെ പേടിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് മൊബൈൽ ഏറ്റവും വലിയ ഉപകാരിയാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കളൊക്കെ ഉണ്ട്. മൊബൈൽ ഒരു അപകടകാരിയായി മാറിക്കൊണ്ടിരിക്കുന്നു. കൊച്ചു കുട്ടികളെ വരെ വഴിതെറ്റിക്കുന്ന സ്ഥിതിയിലേക്കാണ് മൊബൈൽ വന്നു ഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടി തന്നെ ലഹരി വ്യാപനവും നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ലഹരി അപകടകരമായ ഒരു വിപത്തായി മാറിയിരിക്കുന്നു. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് മാതാപിതാ ഗുരു ദൈവം എന്നാണ്. ചൊട്ട മുതൽ ചുടല വരെ ചെറുപ്പകാലത്തിലുള്ള ശീലം മറക്കുമോ മനുഷ്യൻ ഉള്ള കാലം. നിങ്ങൾ 1 മാസം വൈകിട്ട് 3 മണി മുതൽ 3-4 മണിക്കൂർ 1 മാസക്കാലം ഇവിടെ ക്ലാസ്സിൽ പങ്കെടുത്തവരാണ്. വിവിധ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്ത് ഈ ലൈബ്രറിയും ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങളെ പഠിപ്പിച്ചു. ഞാനൊന്നും കേട്ടിട്ടില്ല, എന്തൊക്കെ പഠിപ്പിച്ചതെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇതുപോലൊരു സ്ഥാപനം തീർച്ചയായിട്ടും നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളെ മാതൃകാപരമായ
ഒരു തലമുറയായി നിങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരുപാട് സന്ദേശങ്ങൾ, ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന അപകടകരമായ പ്രവണത ലഹരിയാണ്. ആ ലഹരിക്കെതിരെ ജാഗ്രതയോടുകൂടി നമ്മൾ ഇരിക്കണം. പണ്ടൊക്കെ ആൺകുട്ടികളെക്കുറിച്ചാണ് 5ാം ക്ലാസ് കഴിഞ്ഞാൽ 6ാം ക്ലാസ് കഴിഞ്ഞാൽ ലഹരി ഉപയോഗിക്കുമെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ദൗർഭാഗ്യവശാൽ എന്നോട് ക്ഷമിക്കണം, പെൺകുട്ടികളിലേക്ക് ഇത് ഭീകരമായ വ്യാപനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ചുകുട്ടികളെ വരെ ഇത് വ്യാപിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ രക്ഷകർത്താക്കൾ ധരിക്കുന്നത് എൻ്റെ കുട്ടി സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് അവിടെ വെച്ചെല്ലാം പഠിച്ച് നന്നായി വരും. സ്കൂളിനേക്കാൾ വലിയ പാഠശാല നമ്മുടെ വീടാണ്. നമ്മുടെ വീട്ടിൽ ഇവിടെ ഉള്ള രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ കുട്ടികൾ കാണുകയെ പുകവലിക്കാനോ മദ്യപിക്കാനോ പാടില്ല. വീട്ടിൽ വെച്ച് നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ കാണുകയെ പുകവലിക്കാനോ മദ്യപിക്കാനോ പാടില്ല. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ സർക്കാർ തന്നെ പറയുന്ന ഒരു അവൈലബിലിറ്റിയാണ്. ഇത് എത്ര എടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടും എന്നുള്ളിടത്താണ്. നമുക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റുന്ന ദൂരത്തിൽ ഇത് എത്താതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മാതാപിതാ ഗുരു ദൈവം എന്ന് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ മാതാവും പിതാവും ഗുരുവും ചെയ്യുന്നത് ദൈവതുല്യമാണ്, സത്യസന്ധമാണ്, ശരിയായ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ വീട്ടിൻ്റെ ഉമ്മറത്തിരുന്ന് രക്ഷകർത്താവ് സിഗരറ്റ് വലിച്ചു വിട്ടാൽ, കുപ്പിയിൽ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിങ്ങനെ സേവിക്കുന്നത് കണ്ടാൽ, എൻ്റെ അച്ഛൻ, എൻ്റെ ബാപ്പ, എൻ്റെ ഡാഡി ചെയ്ത ശരിയുടെ പുച്ഛം അവനെടുത്ത് ഉപയോഗിക്കും. വലിച്ചെറിയുന്ന സിഗരറ്റിൻ്റെ അറ്റമെടുത്ത് അവൻ പരിശോധിക്കും. എൻ്റെ അച്ഛൻ, എൻ്റെ ബാപ്പ, എൻ്റെ ഡാഡി ചെയ്ത ശരി എന്താണെന്ന് അവനൊന്ന് പരിശോധിച്ച് നോക്കും. വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ചൊട്ട മുതൽ ചുടല വരെ ചെറുപ്പകാലത്തിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. മദ്യപാനിയായ പുകവലിക്കുന്ന ഒരു രക്ഷകർത്താവും എൻ്റെ കുട്ടി എന്നെപ്പോലെ ഒരു നല്ല മദ്യപാനിയാകണം, നല്ല പുകവലിക്കാരനാകണമെന്ന് ഒരു രക്ഷകർത്താവും ആഗ്രഹിക്കില്ല. മുതിർന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ട്. അത് ആ ചുഴിയിൽ പെട്ടുപോയവരാണ്, പെട്ടെന്ന് അവർക്ക് മോചിതരാകാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ പുതിയ തലമുറ അതിലേക്ക് വഴുതിപ്പോകാതിരിക്കാനുള്ള പ്രിക്കോഷനാണ് എടുക്കേണ്ടത്. അതിന് ഈ സമുദ്ര ലൈബ്രറിയുടെ പ്രവർത്തനം, ഈ പ്രദേശം സമ്പൂർണ്ണമായി ലഹരി മുക്തമാക്കാൻ ഈ ലൈബ്രറിക്ക് കഴിയുമോ? ഈ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിരിക്കുന്ന ഈ 1 മാസമായി ക്യാമ്പിൽ പങ്കെടുത്ത ഈ കുട്ടികളുടെ ഭവനങ്ങളെങ്കിലും ലഹരി മുക്തമാക്കാൻ കഴിയുമോ? ഞങ്ങളൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ഞങ്ങളിട്ട പദ്ധതി എന്ന് പറയുന്നത് എൻ്റെ വീട് നല്ല വീട് എന്ന സ്റ്റിക്കർ കുട്ടികൾ കൊടുക്കുകയാണ്. ആ വീട്ടിൽ പുകവലിയും മദ്യപാനവും രക്ഷകർത്താക്കളെ കൊണ്ട് ഉപേക്ഷിപ്പിച്ചിട്ട് ആ വീട് എൻ്റെ വീട് നല്ല വീട് എന്നുള്ള സ്റ്റിക്കർ പതിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ലഹരിയിൽ മയങ്ങല്ലേ നാം നമ്മെ മറക്കല്ലേ, ലഹരിയിൽ മയങ്ങല്ലേ നാം നമ്മെ മറക്കല്ലേ എന്നുള്ള ഒരു സ്ലോഗനാണ് ഞങ്ങൾ കുട്ടികൾക്ക് സ്റ്റേറ്റ് വൈഡ് കൊടുത്തിട്ടുള്ളത്. ലഹരി എന്ന മാരകമായ വിപത്ത് മാറ്റിയെടുക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഒപ്പം മുതിർന്നവരെ ആദരിക്കുക എന്നുള്ളതായിരിക്കണം കുട്ടികളിൽ വളർന്നു വരേണ്ട ഒരു ശീലം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് രക്ഷകർത്താക്കളോടൊരു അഭ്യർത്ഥന, നിങ്ങൾ കുട്ടികൾ കാണുകയും നിങ്ങളുടെ രക്ഷകർത്താക്കളെ കരയിച്ചാൽ ഈ കുട്ടികൾ നാളെ വളർന്നു വരുമ്പോൾ ഇന്ന് ഞാൻ നാളെ നീ, ആ ഒരു ആപ്തവാക്യമുണ്ട്, ഇന്ന് ഞാൻ നാളെ നീ. നിങ്ങൾ നിങ്ങളുടെ രക്ഷകർത്താക്കളെ കരയിച്ചാൽ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ, ഉപദ്രവിച്ചാൽ, സ്വത്തുമൊക്കെ വാങ്ങിച്ചിട്ട് വഴിയിലിറക്കി വിട്ടാൽ ഈ കുട്ടികൾ ഇത് കണ്ടാണ് പഠിക്കുന്നത്. അവർ വളരുമ്പോൾ നാളെ നിങ്ങളത് അനുഭവിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകും. 1 മാസക്കാലം നല്ല കുറേ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വിധത്തിൽ ഇങ്ങനെ ഒരു സംഘാടനം സംഘടിപ്പിച്ച സമുദ്രതീരം വയോജന കേന്ദ്രത്തിൻ്റെ ചെയർമാൻ ശ്രീ റുവൽ സിംഗിന് നന്ദി പറഞ്ഞുകൊണ്ടും, നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന കാലം ധാരാളം സ്വാധീനം അങ്ങനെ ചെലുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. നിങ്ങൾ കഴിഞ്ഞ 1 മാസമായി വായനാ കളരിയിൽ പങ്കെടുത്തവരാണ്. എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുമോ? കൊച്ചുകുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമോ? കഴിഞ്ഞ 1 മാസം വായനക്കളരിയിൽ പങ്കെടുത്ത നിങ്ങൾ എത്ര പുസ്തകം വായിച്ചു? ഒരാൾ എത്ര പുസ്തകം വായിച്ചു കാണും?
5 പുസ്തകത്തിൽ കൂടുതൽ വായിച്ചോ? ഒരു പുസ്തകമെങ്കിലും വായിച്ചവരെന്ന് കൈപൊക്കിയേ. ഒരു പുസ്തകമെങ്കിലും വായിച്ചവർ. ഓക്കെ, സന്തോഷം. ഇനി അടുത്ത ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഞാൻ ചോദിക്കില്ല. ഒരു പുസ്തകവും വായിക്കാത്തവർ കൈപൊക്കണമെന്നാണ് ആ ചോദ്യം. പക്ഷേ വേണ്ട, ഒരു പുസ്തകവും വായിക്കാത്ത ആളുകൾക്ക് ഞാനൊരു പുസ്തകം സജസ്റ്റ് ചെയ്യുന്നു. അത് ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ആ പുസ്തകം മലയാളി എന്ന് സ്വയം ധരിച്ചിരിക്കുന്ന എല്ലാ ആളുകളും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ആ പുസ്തകം 2011 ആശാൻ പ്രൈസ് കരസ്ഥമാക്കിയ പുസ്തകമാണ്. ആ പുസ്തകം അതിൻ്റെ അവതാരികയിൽ ഒരു ഭാഗത്ത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്: എല്ലാ മലയാള ഭവനങ്ങളിലും വേദഗ്രന്ഥം പോലെ സൂക്ഷിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത് എന്നാണ്. ആ പുസ്തകം നീ എന്നെ ഗായകനാക്കി ഗുരുവായൂരപ്പ എന്ന പാട്ടെഴുതിയ S. രമേശൻ നായർ എഴുതിയ പുസ്തകമാണ്. S. രമേശൻ നായർ ഗുരുപൗർണമി എന്ന ഈ പുസ്തകം 2010 പ്രസിദ്ധീകരിച്ചത്. ഗുരുപൗർണമി എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ എന്തുകൊണ്ടാണ് ഇതിവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകളെല്ലാം പറഞ്ഞു വച്ച മനുഷ്യൻ, സ്നേഹം, സാഹോദര്യം എന്നിവയൊക്കെ അരച്ച് കലക്കി ചെറു വാക്യങ്ങളിലാക്കി ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ഈ പുസ്തകത്തിൽ കവിതയുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഞാനൊരു വരി നിങ്ങൾക്ക് വേണ്ടി ഈ വായനാക്കളരിയിൽ അത് അവതരിപ്പിക്കാമെന്ന് കരുതുന്നു. കാരണം മനുഷ്യനെക്കുറിച്ച് ഇവിടെ ഒത്തിരി പേര് പറഞ്ഞതുകൊണ്ടാണ്. 4 വരി മനുഷ്യനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് കേൾക്കാം. മനുഷ്യൻ ചൊല്ലു കേൾക്കുമ്പോൾ മഹത്വം സുന്ദരം പദം. ഒന്നുകൂടി. മനുഷ്യൻ ചൊല്ലു കേൾക്കുമ്പോൾ മഹത്വം സുന്ദരം പദം. അടുക്കൽ ചെന്നു കാണുമ്പോൾ ആകൃതം പ്രാകൃതം മുഖം. എത്ര സുന്ദരമായ പദമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞത് ലിയോ ടോൾസ്റ്റോയാണ്. ആ വാക്കുകളുടെ ആത്മാവിനെ കടമെടുത്തുകൊണ്ടാണ് രമേശൻ നായർ നമ്മളോട് പറയുന്നത്, മനുഷ്യൻ ചൊല്ലു കേൾക്കുമ്പോൾ മഹത്വം സുന്ദരം പദം. അടുക്കൽ ചെന്ന് കാണുമ്പോൾ ആകൃതം പ്രാകൃതം മുഖം. മനുഷ്യൻ്റെ പ്രാകൃത മുഖമാണ് അടുക്കൽ ചെന്ന് കാണുമ്പോൾ നമ്മൾ കാണുന്നത് എന്നാണ് ഈ കവിതയിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇനി ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ കാണുന്ന മലയാള ഭൂമിയെ ഇന്നത്തെ രൂപത്തിലാക്കാൻ സ്വന്തം ജീവിതത്തെ ഉപയോഗപ്പെടുത്തിയ പരമർഷിയായിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിത പന്താവിലെ ഓരോ അധ്യായങ്ങൾ, ജന്മം മുതൽ സമാധി വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതചക്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഈ പുസ്തകത്തിലെ ഓരോ അധ്യായത്തിലും വിവരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ടായില്ലേ നിങ്ങളിവിടെ വരുന്ന സമയങ്ങളെല്ലാം? ഉണ്ടോ? ഉണ്ടായിരുന്നോ? ഇത്രയും ദിവസം പോകുമ്പോൾ ഇവിടെയുള്ളവർക്കും ഇനി നാളെ മുതൽ ഇങ്ങനെയുള്ള സംരംഭങ്ങളില്ല എന്നോർക്കുമ്പോൾ ഇവിടെയും സങ്കടം എന്ന് രോഹിണി എന്നോട് ഇവിടുത്തെ കാര്യം തിരക്കിയ സമയത്ത് പറഞ്ഞു. ഇത്രയും ദിവസവും നല്ല സന്തോഷമായിരുന്നു ചേച്ചി, കുട്ടികളുമായിട്ട് ഈ കഴിഞ്ഞ നിമിഷങ്ങളൊക്കെ വളരെ വളരെ
സന്തോഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും കുഞ്ഞുങ്ങളെ മുന്നിൽ കാണുമ്പോൾ. നിങ്ങൾ വായിക്കൂ, സമയം കണ്ടെത്തി. എത്രത്തോളം വായന ഉണ്ടാവുന്നോ അത്രത്തോളം നമുക്ക് അറിവ് ലഭിക്കും. നമുക്ക് നമ്മുടെ പ്രിയ മാതാവിനെയും പിതാവിനെയും ഗുരുക്കന്മാരെയും അതുപോലെ നമ്മുടെ കാരണവന്മാർ, നമ്മുടെ സഹോദരി സഹോദരന്മാരെ എല്ലാം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും വായന, അറിവ് ഒരുപാട് ഗുണം ചെയ്യും. വാവാ സുരേഷ് ചേട്ടൻ വന്നത് ഇഷ്ടപ്പെട്ടോ? ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ കേൾക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിനും ഒരുപാട് സന്തോഷമായി. ഇവിടുന്ന് പോകുന്ന സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ഇനിയും ഞാനിവിടെ വരും, എനിക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിലുണ്ട്, ഇവിടെ എല്ലാ അച്ഛനമ്മമാരെയും എല്ലാം ഓർക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഇനിയും ഇവിടെ വരും, നിങ്ങൾക്കിനിയും അപ്പം നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവണം കേട്ടോ, ഉണ്ടാവില്ലേ? അപ്പം നമുക്ക് ഒരു ചെറിയ പാട്ട്, സമയമില്ല എങ്കിലും ഒരു നാടൻ പാട്ടാണിത്. ഇത് കേൾക്കുമ്പോൾ അതിശയോക്തി തോന്നും നമുക്ക്. അതായത് ഇതിൻ്റെ വരികൾ നിങ്ങൾ ഏറ്റു ചൊല്ലുമോ? ഉറപ്പായിട്ടും. ആ, വെള്ളപ്പ നാട്ടിൽ വെളുത്തിടത്തു വീട്ടിൽ വെള്ളരി പെറ്റത് വെള്ളക്കിളി, കാര്യക്കാരിയവൾ വീര്യക്കാരിയവൾ തേടിക്കൊണ്ടുവന്നു ചീരവിത്ത്, തെയ്യക്കം തിന്താരോ തെയ്യക്കം തിന്താരോ തെയ്യക്കം തിന്താരോ തെയ്യം താരോ തെയ്യാദീനം താരോ തെയ്യാദീനം താരോ തെയ്യാദീനം താരോ തെയ്യം താരോ. ഇനി ആ ചീരവിത്ത് എന്താന്ന് നോക്കാം നമുക്ക്. കൊച്ചിയിൽ നട്ടിട്ട് കൊടുങ്ങല്ലൂർ വേരോടി, കൊല്ലത്തു മുളച്ചപ്പം ചെഞ്ചീര, ചെഞ്ചീര പിച്ചാനായി ഞാനവിടെ ചെന്നപ്പം കണ്ടത് നീലവഴുതണങ്ങ, പറിച്ചപ്പം പാവയ്ക്ക അരിഞ്ഞപ്പം കോവയ്ക്ക, ചട്ടിയിലിട്ടപ്പം കൊത്തഞ്ചക്ക, കൊത്തഞ്ചക്ക തിന്നാൻ ഞാനിവിടെ ചെന്നപ്പം കൊണ്ടെന്ന് വെച്ചത് ചാമക്കഞ്ഞി, ചാമക്കഞ്ഞി കൂടി ചാമോദം പൂണ്ടപ്പം വായിൽ തടഞ്ഞത് കട്ടുറുമ്പ്, കട്ടുറുമ്പെ തട്ടി കൊട്ടയിലിട്ടപ്പം കൊത്തി വിരിഞ്ഞത് കുഞ്ഞൻ കോഴി, കുഞ്ഞൻ കോഴി പിന്നെ കൂവിത്തെളിഞ്ഞപ്പം കണ്ണഞ്ചിരട്ട രണ്ടാടുപറ്റേ, കണ്ണഞ്ചിരട്ട രണ്ടാടുപറ്റെ പിന്നെ കണ്ണേറ്റിപ്പാലം വയസ്സറിഞ്ഞേ, കണ്ണേറ്റിപ്പാലം വയസ്സറിഞ്ഞേ പിന്നെ കായംകുളങ്കാള പെറ്റെണീറ്റേ, കായംകുളങ്കാള പെറ്റെണീറ്റേ പിന്നെ കൊല്ലത്തോരച്ചിക്കു മീശ വന്നേ, കൊല്ലത്തോരച്ചിക്ക് മീശ വന്നേ പിന്നെ അത് ടീച്ചർ മറന്നുപോയി കേട്ടോ ബാക്കി. അപ്പം ഇത് അതിശയോക്തി നമ്മൾ സംഭവിക്കാത്തൊരു കാര്യമാണ് അല്ലേ? അങ്ങനെയുള്ള ഒരു കുറച്ച് വരികളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുടെ ഒരു അവസരം ഒരുക്കി തന്ന ഇതിലെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ പേരെന്തുവാണ്?
അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ഇവിടെയുള്ള പ്രിയപ്പെട്ട എല്ലാവരെയും ഓരോരുത്തരെയും ഓരോ വ്യക്തികളെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. അതുപോലെ ഒരുപാട് പ്രയത്നമുണ്ടെങ്കിൽ മാത്രമേ, ഒരുപാട് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ, ഒരുപാട് കരുതലുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ, എല്ലാവരെയും തന്നോട് തോളോട് ചേർത്ത് നിർത്താനുള്ള ഒരു മനസ്സുള്ള ഒരു നല്ല വ്യക്തിത്വത്തിന് മാത്രമേ ഇങ്ങനെയൊരു സംരംഭം നടത്താൻ പറ്റൂ. അല്ലേ? ആണോ? അതെയോ? അപ്പോൾ നമ്മൾ ഈ ഇവിടെ കഴിഞ്ഞ ഓരോ നിമിഷങ്ങളും നമ്മൾ ഓർക്കണം. നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് അച്ഛനെയും അമ്മയെയും നമുക്ക് ജന്മം തന്ന മാതാവിനെയും പിതാവിനെയും ഗുരുക്കന്മാരെയും എല്ലാവരെയും സ്നേഹിച്ച് നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ്, ശരിയാണ്. എങ്കിലും വീണ്ടും വീണ്ടും എല്ലാവരെയും തന്നോടടുത്തിരിക്കുന്ന സുഹൃത്തിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കഴിഞ്ഞു പോകാം. ഇനിയും നമുക്ക് കാണാം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ സമുദ്രതീരത്തിൽ കണ്ടിന്യൂ 1 മാസം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്. ചരിത്രത്തിൽ വേറെ എങ്ങും നടക്കാത്ത ഒരു സംഘടനയ്ക്കും, ഒരു സാംസ്കാരിക സംഘടനയ്ക്കും, ഒരു ക്ലബിനും നടത്താൻ കഴിയാത്തത് റുവൽ സിംഗിൻ്റെ ഒരേ ആളുടെ പരിശ്രമം കൊണ്ട് നടത്തി വിജയിപ്പിച്ചിരിക്കുകയാണ്. കൈ നിറയെ സമ്മാനങ്ങളും അറിവിൻ്റെ ഭണ്ഡാരവുമായിട്ടാണ് ഓരോ വിദ്യാർത്ഥികളും പോകുന്നത്. അത് ജീവിതത്തിൽ പകർത്തണം. സ്വന്തം ജീവിതത്തിൽ അത് കുറച്ചെങ്കിലും പകർത്തി അച്ചടക്കമുള്ള, അനുസരണയുള്ള, നിശബ്ദമായി ഇരിക്കാൻ കഴിയുന്ന, പറയുമ്പോൾ മാത്രം പ്രസംഗിക്കാൻ കഴിയുന്ന, ചലപിലാന്ന് ശബ്ദിക്കാതിരിക്കാൻ കഴിയുന്ന നല്ല കുട്ടികളായി, അനുസരണയുള്ള കുട്ടികളായി, അച്ഛനും അമ്മയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറണം എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഇവിടെ 2 പ്രാസംഗികന്മാർ പറഞ്ഞ് അച്ഛനും അമ്മയും ഗുരുവും ദൈവവും. ഇവർ രണ്ടും അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു. എനിക്കധികം ഒന്ന് പറയാനുള്ളത് അച്ഛനും അമ്മയും ഗുരുവും കൂടിയാണ് ദൈവമെന്നാണ്. അച്ഛനും അമ്മയും ഗുരുവും കൂടിയാണ് ദൈവം. ചിലർക്ക് അമ്മയുടെ സ്വാതന്ത്ര്യം കിട്ടാതെ വളരേണ്ടി വരുന്നവരുണ്ട്, അച്ഛൻ്റെ സംരക്ഷണമില്ലാതെ വളരേണ്ടി വരുന്നവരുണ്ട്, ഗുരുക്കന്മാരുടെ ശിക്ഷണം കിട്ടാതെ വളരേണ്ടി വരുന്നവരുണ്ട്. പക്ഷേ ഇതൊക്കെ വന്നാലും ദൈവം ഒരു ശക്തിയുടെ കരുണ കൊണ്ട്, സംരക്ഷണം കൊണ്ട് നല്ല നിലയിൽ എത്തിച്ചേരുന്നവരുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അച്ഛനും അമ്മയും ഗുരുവും കൂടിയാണ് ദൈവം. അമ്മയ്ക്ക് ഏറ്റവും പ്രാധാന്യമുണ്ട്, അതിനെ ഒന്നും നിരാകരിക്കുന്നില്ല. പക്ഷേ അമ്മയെപ്പോലെ നമ്മളെ സംരക്ഷിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, സേവനം ചെയ്യുന്ന അമ്മ ആദ്യത്തെ ഗുരുവാണ്. അമ്മയ്ക്ക് ആദ്യത്തെ ഗുരുസ്ഥാനവുമുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ യശസ് ഉണ്ടാകുന്നത്. നവോന്മേഷശാലിനി ബുദ്ധി പ്രതിഭ എന്ന് പറയാറുണ്ട്. അതനുസരിച്ച് പ്രതിഭാശാലിയായ ഒരു വ്യക്തിയുടെ പ്രവർത്തന ഫലമായി ആയിട്ടാണ് സമുദ്രതീരം നിലകൊള്ളുന്നതും അതിലെ പരിപാടികളെല്ലാം വിജയിക്കുന്നതും. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻപിള്ള ചടങ്ങിൽ നന്ദി അറിയിച്ചു. ആദ്യമായി നന്ദി പറയുന്നത് നിങ്ങൾക്കാണ്. 31 ദിവസവും നമ്മുടെ ഇവിടെ വന്ന് നമ്മളുമായിട്ട് സഹകരിച്ച നമ്മളെ പ്രിയ വിദ്യാർത്ഥികൾക്ക് ആദ്യമേ ഞാൻ സമുദ്രതീരത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മളെ നൗഷാദ് MLA, നമ്മളെ ഇവിടുത്തെ ചെയർമാൻ റൂവൽ സിംഗ് അവർകൾ, അതുപോലെ തന്നെ ഈ 31 ദിവസം ഇവിടെ വന്ന നമ്മുടെ ലൈബ്രറിയുടെ സെക്രട്ടറി നമ്മുടെ ശ്രീകണ്ഠ സാർ, മറ്റെല്ലാവർക്കും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന രക്ഷകർത്താക്കൾക്കും മറ്റെല്ലാവർക്കും ഞാൻ ഒറ്റവാക്കൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. തുടർന്ന് ബാലവേദി കൂട്ടുകാരുടെ കലാപരിപാടികൾ അരങ്ങേറി. കൊള്ളാം, യവനാണ് കൊള്ളാം.
രോമം തേടുന്നു ദാഹം നീ തരൂ ആദ്യ രോമാഞ്ചഭാവം ശില്പങ്ങൾ മദന കൽപ്പങ്ങൾ ചൂടേറിയാളുന്ന കാമഹർഷം ഒരു മാസക്കാലത്തെ വായനാക്കളരി പരിപാടിയിൽ പങ്കെടുത്തതിന്റെ അനുഭവങ്ങൾ പങ്കുവച്ച് നിറപുഞ്ചിരികളോടെയാണ് കുട്ടികൾ സമുദ്രതീരത്തു നിന്നും മടങ്ങിയത്. എൻ്റെ പേര് ശിവപ്രിയ. ഞാൻ +2 അമൃത സ്കൂളിൽ പഠിക്കുന്നു. ഇവിടെ നടന്ന വായനാക്കളരിയിൽ ഞാൻ വളരെ താല്പര്യത്തോടെയാണ് പങ്കെടുത്തത്. വിവിധ വിഷയങ്ങളിൽ ഇവിടെ നടന്ന ക്ലാസുകൾ ഭാവിയിൽ വളരെ പ്രയോജനപ്പെടുന്നതായിരുന്നു. ഒരു നാടൻപാട്ട് കലാകാരിയായ എനിക്ക് നാടൻപാട്ടിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ സമുദ്ര ലൈബ്രറിയിൽ നിന്ന് വിജ്ഞാനപ്രദമായ ധാരാളമായ പുസ്തകങ്ങൾ വായിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കരുതുന്നത്. എൻ്റെ കൂട്ടുകാരെയും ഞാൻ ഈ ലൈബ്രറി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെടും. ഇനി സമുദ്രയിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചാലും ഞാൻ തീർച്ചയായും പങ്കെടുക്കും. വിജ്ഞാനപ്രദമായ ഇത്തരം ഒരു വായനാക്കളരി സംഘടിപ്പിച്ചിരിക്കുന്ന സമുദ്രതീരത്തിൻ്റെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ കൂടുതൽ നന്ദി അറിയിക്കാനുള്ളത് പ്രിയ റുവൽ സിംഗ് സാറിനും ശ്രീകണ്ഠൻ സാറിനുമാണ്. ഒരു പാട്ടുകാരി ആയിരുന്നാൽ തന്നെയും എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ മൈക്ക് എടുത്താൽ തന്നെ കൈകാലും വിറയ്ക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വാഗതം പറയാനായി സാറ് ഞങ്ങളെ പ്രേരിപ്പിക്കുമായിരുന്നു. സ്വാഗതം പറഞ്ഞ് ഈ സ്റ്റേജിൽ തന്നെ നിൽക്കാൻ ഇപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഒരു കൈയും വിറയലും തന്നെ ഇല്ല. അതുപോലെ ധാരാളം വേദികളിൽ അവസരം കിട്ടുവാണെങ്കിൽ ഇവർ രണ്ടുപേരെയും ഓർക്കാതെ ഞങ്ങൾ ഒരിക്കലും സംസാരിക്കുക തന്നെ ഇല്ല. രണ്ടുപേരോടും ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് താങ്ക്സ്. ഞാൻ ഗീതുദാസ്, പാരിപ്പള്ളി അമൃത സ്കൂളിൽ +2 പഠിക്കുന്നു. ഇവിടെ നടന്ന വായനാക്കളരി ഞാൻ നല്ല രീതിക്ക് ആസ്വദിച്ചാണ് പങ്കെടുത്തത്. സ്കൂൾ ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും തുടർച്ചയായി 31 ദിവസത്തെ ഒരു ക്യാമ്പ് എവിടെയും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇവിടെ നടന്ന ഓരോ ക്ലാസ്സും നമുക്ക് പ്രയോജനപ്രദമായിരുന്നു. നമ്മൾ ഒറിഗാമി പഠിച്ചു, അഭിനയ കലയെക്കുറിച്ച് പഠിച്ചു, ശാസ്ത്ര പരീക്ഷണങ്ങളെക്കുറിച്ച് പഠിച്ചു, മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് പഠിച്ചു. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പെന്നിൻ്റെ ഫുൾ ഫോം വരെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ വന്നാണ് പഠിച്ചത്. ഇവിടുത്തെ ക്യാമ്പിൽ ഈ വായനാക്കളരി ഇവിടെ ഇരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും അറിവും വിനോദവും പകർന്ന് ഇനി വർഷങ്ങളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇനി സമുദ്രയിൽ ഇത്തരം എന്ത് പരിപാടി നടന്നാലും ഞാൻ തീർച്ചയായിട്ടും പങ്കെടുക്കും. വിജ്ഞാനപ്രദമായ ഇത്തരം വായനാക്കളരി സംഘടിപ്പിച്ചതിന് സമുദ്രതീരത്തിലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ആലിയ MS. ഞാൻ +2 വിദ്യാർത്ഥിനിയാണ്. അമൃത സ്കൂളിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ മാസം 21-ാം തീയതി മുതൽ സമുദ്ര വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ഈ വായനാക്കളരിയിൽ ഞാൻ മുടങ്ങാതെ പങ്കെടുക്കുന്നു. അതിനെനിക്ക് ഏറെ അഭിമാനമുണ്ട്. ഞാൻ ഇതുവരെ മുടങ്ങിയിട്ടില്ല. ഈ ഏപ്രിൽ 21 മുതൽ മെയ് 21 വരെ ഞാനിവിടെ വന്നിട്ടുണ്ട്. നല്ലൊരു വ്യക്തിത്വം തന്നെ നിലനിർത്താൻ വേണ്ടി ഇവിടുന്ന് കിട്ടുന്ന അറിവുകളാണ് ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ അമ്മയോടും പറഞ്ഞു കൊടുക്കും. പല കാര്യങ്ങളും പങ്കുവയ്ക്കും. പിന്നെ പുതിയ കവികളെ പരിചയപ്പെടാനും അവരുടെ അടുത്തിരിക്കാനും അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ സ്വാഗതമൊന്നും ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് സാറ് പറഞ്ഞു തന്നതും എഴുതി തന്നതും ഒക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിതൊരു പുതിയ അനുഭവമായിരുന്നു. സ്കൂളിൽ നിന്നും ലഭിച്ചതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായ അറിവുകളാണ് ഇവിടെ എനിക്ക് ലഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലായി പുതിയ വിഷയങ്ങളിൽ ക്ലാസ്സുകളുണ്ടായിരുന്നു. ക്ലാസ്സുകൾ ഓരോന്നും ഒന്നിനൊന്നും മെച്ചപ്പെട്ടതായിരുന്നു. മാജിക്, കരുതൽ സൂംബ, മലയാള ഭാഷയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ, നാടൻ പാട്ട് ക്ലാസ്സുകൾ ഇവയൊക്കെ വളരെ ആകർഷകമായിരുന്നു. ഇനി എന്ന് സമുദ്രയിൽ ഇത്തരം പരിപാടിയിൽ സംഘടിപ്പിച്ചാലും ഞാൻ തീർച്ചയായിട്ടും പങ്കെടുക്കും. അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം വായനക്കളരി ഇതിലും വലിയൊരു ആഘോഷമാക്കണം. നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് ഇതിലും നമ്മൾ തന്നെ ഓരോന്നും ഏറ്റെടുത്ത് ചെയ്യാനുള്ള പ്രാപ്തി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. വിജ്ഞാനപ്രദമായി ഇത്തരം ഒരു വായനക്കളരി സംഘടിപ്പിച്ചതിന് സമുദ്രതീരത്തിൻ്റെ എല്ലാ പ്രവർത്തകരോടും എൻ്റെ നന്ദിയും സ്നേഹത്തെയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.